കാരണം മ്യൂസിക് ഡയറക്ടർ ആവുന്ന മുന്നേ ഞാൻ മ്യൂസിക് ഡയറക്ടറെ പോലെയാണ് സംസാരിക്കുന്നത്, നടക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ ആ സമയം നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, നമ്മുടെ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കഷ്ടപ്പാടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ വളർന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഭയങ്കര എപ്പോഴും സേഫ് സോണിലായിരുന്നിട്ടേ ഇല്ലല്ലേ ലൈഫിൽ. എന്നും നമ്മൾ കോംപ്ലിക്കേഷൻസും ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങൾ. ഇപ്പം അച്ഛനാണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികപരമായിട്ടാണെങ്കിലൊക്കെ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ അത് വീണ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ഉപയോഗിച്ച സൈക്കിൾ മാത്രമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ ഗാനമേളകൾ ഞാൻ പാടി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ആദ്യത്തെ എൻ്റെ കാർ വാങ്ങിക്കുന്നത്, ഒരു തേർഡ് ഹാൻഡ് കാർ വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഫസ്റ്റ് ഹാൻഡ് വാങ്ങിക്കുന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് കൂടുതൽ ഗാനമേളകൾ പാടിയിട്ടാണ് നമ്മളൊരു ഫസ്റ്റ് ഹാൻഡ് മാരുതി വാങ്ങിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മളൊരു ഹ്യുണ്ടായി വാങ്ങിക്കുന്നത്, പിന്നെ ഈ പറഞ്ഞ ഔഡി വാങ്ങിക്കുന്നത്, പിന്നെ ഈ ഔഡി പുതിയത് വാങ്ങിക്കുന്നത്. അപ്പോൾ ആലോചിച്ച തല കറങ്ങുമൊന്നുമില്ല, പക്ഷെ നമുക്ക് അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ഒരു കരുതലുണ്ടാവും.